ഹേയ് ഹലോ എവരിവൺ, ഹൗ യു ഓൾ ഡൂയിങ്? സോ ഇന്ന് നമ്മൾ പോകുന്നത് കുട്ടനാടേക്കാണ്. നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റായിട്ട് ആലപ്പി ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് 10 months ആയി. പക്ഷേ ഇപ്പോഴാണ് കുട്ടനാട് പോകാനായിട്ടൊരു ചാൻസ് കിട്ടുന്നത്. ആസ് യു കെൻ സി, കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് ഓൾവേസ് ബുക്ക്ഡ് ആണ്. ബിക്കോസ് അത് ഡോണ ബേബിയുടെ സീറ്റാണ്. അവളൊരു AC വിഴുങ്ങിയാൽ അവൾ അവിടെ ഇരിക്കുള്ളൂ. എൻ്റെ സീറ്റ് വന്നിട്ട് ബാക്കിൽ റൈറ്റ് സൈഡിലാണ്. ബിക്കോസ് അവളുടെ സീറ്റ് എപ്പോഴും കിടത്തിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ നിന്ന് കയറാൻ പറ്റില്ല. സോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ കായംകുളത്ത് നിന്ന് കുട്ടനാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ യാത്രകളിൽ മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട് വ്യൂ ഇതായിരിക്കും. നമ്മളങ്ങനെ എന്നെച്ചെത്തി. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 1 kilometer പൊക്കഴിഞ്ഞാൽ തന്നെ എന്നെച്ചെത്തും കേട്ടോ. ഡോണ ബേബി ഇങ്ങനെ മാറി മാറി ഞങ്ങളുടെ രണ്ടാളുടെ അടുത്ത് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രകളിൽ ബോറടിക്കാറില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഒരു ദീപാവലി ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ ഒത്തിരി പടക്കക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഹരിപ്പാടേക്കാണ്. ബിക്കോസ് ഇവിടെയാണ് ഡോണയുടെ മമ്മയുടെ വീട്. നമ്മൾ എറണാകുളത്തായിരുന്ന ടൈമിന് ഇവിടെ വന്നിട്ടാണ് ഡോണേനെ കൂട്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ 1-2 പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഡോണേനെ നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടാണ് ബാക്കിലേക്ക് പോയത്. ബിക്കോസ് അവൾക്ക് അറിയില്ലല്ലോ അവളുടെ അമ്മയാണെന്ന്. രണ്ടാളോടി കണ്ടാൽ ഇടിയാവും. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഇതാണ് ഡോണയുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ഒരു ബേബി. ആൾ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ബേബി മാത്രമല്ല, ഡോണയുടെ മമ്മ അതേ നല്ല ഫ്രണ്ട്ലിയാണ്. ഇതാണ് ഡോണയുടെ മമ്മ. ഡോണയുടെ മമ്മയുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഇതിന് ശേഷം ഡോണയ്ക്ക് ശേഷമുള്ളൊരു ജനറേഷൻ എന്ന് പറഞ്ഞില്ലേ, അതിലുള്ളൊരു ബേബി കൂടിയുണ്ട്. ആൾക്ക് ചെറിയൊരു മുറിവ് പറ്റി ബാൻഡേഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾ ഈ കോലത്തിൽ. നമ്മൾ അവിടെ നിന്ന് വേഗം ബായ് പറഞ്ഞിറങ്ങി. ബിക്കോസ് നമുക്ക് നേരത്തെ കുട്ടനാട് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒത്തിരി പരിചയമുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇതാ കാരിച്ചാൽ, പായിപ്പാട്, രാമങ്കരി, ചമ്പക്കുളം, തകഴി. ഇതൊക്കെ ഞാൻ TV-യിൽ, ന്യൂസിലും മൂവീസിലൊക്കെ മാത്രം കേട്ട് പരിചയമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സദേൺ കേരള ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി എനിക്ക് കേട്ട് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് സദേൺ കേരളയിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. വേറെ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഗൂഗിൾ അമ്മയിനെ വിശ്വസിച്ച് പോയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് വഴി തെറ്റിയായിരുന്നു. ഇത് കാർ ഇടയ്ക്ക് നിർത്തിയപ്പോഴത്തെ അവസ്ഥയാണ്. AC കംപ്ലൈൻ്റ് ആയിരുന്നു. പോസ്റ്റ് ആക്സിഡൻറ്റ് കാറിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് പുഴുങ്ങിയെടുത്ത അവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അറിയാവുന്ന ആളുകളോട് വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിരുന്നു. നമ്മളുടെ പ്ലാൻ മൺട്രോത്തുരുത്ത് പോകാനായിരുന്നു. പെട്ടെന്നാണ് പ്ലാൻ ചേഞ്ച് ചെയ്ത് കുട്ടനാടേക്ക് ആക്കിയത്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ബിക്കോസ് നമ്മൾ TV-യിലൊക്കെ കാണുന്ന ഒരു ടിപ്പിക്കൽ കുട്ടനാട് കാണാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഞാൻ വൈപ്പിനാണ്. അപ്പോൾ നമ്മളുടെ നാടും ഓൾമോസ്റ്റ് ഇതുപോലെ സിമിലർ ആയതുകൊണ്ട് ഒരു പുതിയ സ്ഥലത്തെത്തിയൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത് പോകാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ TV-യിൽ കാണുന്ന ആ ഒരു ടിപ്പിക്കൽ കുട്ടനാട് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും അതങ്ങ് മാറി കേട്ടോ. ഈ ഒരു പാലം ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല പേടി തോന്നി. ബിക്കോസ് നല്ല കുത്തനെയുള്ള ഗേറ്റാണ്. പക്ഷെ ആ പള്ളി അങ്ങ് കണ്ടപ്പോഴേക്കും കംപ്ലീറ്റ് മോഡ് ഷിഫ്റ്റായി. ബിക്കോസ് നമ്മൾ ഒത്തിരി മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൊരു പള്ളിയാണ് അത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അതല്ലാതെ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ ഒരു പാലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ പാലത്തിന് സ്വന്തമായിട്ട് ട്രാഫിക് സിഗ്നലും ട്രാഫിക് പോലീസൊക്കെ ഉണ്ട്. ആ എൻഡിലുള്ള പോലീസുകാരൻ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ചാണ് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ വരിക. അതുവരെ അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നാമത് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയൊരു ട്രിപ്പാണ്. എങ്ങോട്ട് പോവും, എന്തൊക്കെ കാണണം, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത് കുട്ടനാടാണ്, നമ്മൾ വിനയ് താണ്ടി വരുവായ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പള്ളിയൊക്കെ ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറയാതെ ഷാപ്പിൽ പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളും വരുന്ന സമയത്ത് ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പള്ളി കണ്ടപ്പോഴേക്കും എൻ്റെ മൂടൊക്കെ അങ്ങ് മാറി. അപ്പോൾ ആ കാണുന്നതാണ് വിനയ് താണ്ടി വരുവായ പട്ടം പോലെ ഈ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പള്ളി. ഇഫ് ഐ ആം നോട്ട് റോങ്, ഈ ചേർച്ചിൻ്റെ പേര് സെൻറ്റ് മേരീസ് ഫ്ലോറൻസ് ചേർച്ച് എന്നാണ് കേട്ടോ. നമ്മൾ പള്ളിയുടെ അകത്തേക്കൊന്നും പോയില്ല. നേരെ പള്ളിയുടെ ബാക്കിൽ വണ്ടി നിർത്തി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ.
മോസ്റ്റ്ലി ടൂറിസ്റ്റ് വരുന്ന ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല. എവിടെ പോയാലും നമുക്ക് എവിടെയാണോ വണ്ടി നിർത്താൻ തോന്നുന്നത് അവിടെ നിർത്തും, അവിടെയുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ഫോട്ടോസ് എടുക്കും, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അതാണ് നമ്മളുടെ യൂഷ്വലി ഉള്ള ഐറ്റിനറി. ഇത് എവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് കാഴ്ച മൂവിയാണ് ഓർമ്മ വന്നത്. ഈ പച്ച വെള്ളമൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഒരു കുട്ടനാട് എത്തി എന്നുള്ളൊരു ഫീലൊക്കെ വന്നു. ഇത് ഈ പള്ളിയോട് ചേർന്നുള്ളൊരു ബോട്ട് ജെട്ടിയാണ്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഈ ഒരു ബിൽഡിംഗ് അടക്കം ഇതിൻ്റെ തറയൊക്കെ വെള്ളത്തിനടിയിലാണ് കേട്ടോ വരുന്നത്. എൻ്റെ നാടുമായിട്ട് എനിക്കിവിടെ കുറേ സിമിലാരിറ്റീസ് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അതും ഒരു തുരുത്താണ്, ഒത്തിരി വാട്ടർ ബോഡീസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഈ വാട്ടർ ബോഡീസിനൊക്കെ ഡെയിലി നീഡ്സിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് കേട്ടോ. കാരണം മോസ്റ്റ്ലി ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊന്നും നടപടിയാവില്ല. ഇവിടെ പക്ഷേ ഈ ഒരു ജിയോഗ്രഫി ആയിട്ട് വളരെ ബ്ലെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം കൂടി ആ ചെട്ടിയിലൊക്കെ ഇരുന്ന് അവിടെ ഉള്ളവരോട് സംസാരിച്ചു. ആൻഡ് ദെൻ രണ്ടാളുടെയും പാരൻസിനെ അഖിൽ വീഡിയോ കോൾ ചെയ്തു. അത് ആളുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഏത് പുതിയ സ്ഥലത്ത് പോയാലും നമ്മുടെ രണ്ടാളുടെയും പാരൻസിനെ വീഡിയോ കോൾ ചെയ്ത് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. ആൻഡ് ദെൻ നമ്മൾ തിരിച്ച് പള്ളിയുടെ മുന്നിലേക്ക് എത്തി. അങ്ങനെ അഖിലിന് കാർ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് ഞാനും ഡോണ ബേബിയോടിയിട്ട് വെള്ളത്തിലൊക്കെ ഒന്നിറങ്ങി. അഖിലുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. ആൾക്ക് ഭയങ്കര പേടിയാണ് ഇമാതിരി റിസ്ക് ഒക്കെ എടുക്കുന്നത്. പക്ഷെ എനിക്കെന്തോ അവൾ ഇതുപോലുള്ള ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ. കാരണം അവൾക്ക് വെള്ളത്തിലിറങ്ങുന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇതവൾ ശരിക്കും എൻജോയ് ചെയ്തു. അവളുടെ പേടി മാറ്റി വെള്ളത്തിലിറങ്ങി നീന്താനൊക്കെ നോക്കി. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഓട്ടത്തിൽ ഞാനൊന്ന് വീണു, കാലൊക്കെ പൊട്ടി. അതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോന്നു. അവിടെ നിന്ന് നമ്മൾ ബൈ പറഞ്ഞ് നേരെ പോരുന്നത് ആ കാണുന്ന പച്ച ലൈറ്റ് അന്വേഷിച്ചാണ് കേട്ടോ. അത് വന്നിട്ട് ഗരുഡാഗിരി ഷാപ്പാണ്. അഖിലിൻ്റെ ഒരു കൊളീഗാണ് നമുക്ക് ഈ ഷാപ്പ് റെഫർ ചെയ്യുന്നത്. കുറച്ച് നാൾ കൊണ്ട് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത് നല്ല നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ലൊരു ഓപ്പൺ സ്പേസിൽ, എന്നാൽ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ ഷാപ്പുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവിടെ പെറ്റ്സ് അലൗഡാണ്. നമ്മൾ ഡോണയായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. മോസ്റ്റ്ലി നമ്മൾ കാറിൽ നിന്നായിരിക്കും കേട്ടോ കഴിക്കാറ്. നമുക്ക് മോസ്റ്റ്ലി 2 മൂഡാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ഏതർ പട്ടിണി കിടന്നിട്ടാണെങ്കിലും സേവ് ചെയ്യണം, സെറ്റിൽ ആവണം. അതല്ലെങ്കിൽ ആകെ ഒരു ലൈഫുള്ളൂ, അതിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം. ഇന്നപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനുള്ള മൂഡായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞണ്ട്, പോർക്ക്, ബീഫ്, കക്ക, അപ്പം, പൊറോട്ട, കല്ല്, കപ്പ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ എടുത്ത് അങ്ങനെ വീണ്ടും വരാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്ട്രെയിറ്റ് ടു ഹോം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ആ ലൈറ്റ് കണ്ടത്. അത് വന്നിട്ട് പരുമലപ്പള്ളി പെരുന്നാളായിരുന്നു. പരുമലപ്പള്ളിയൊക്കെ എനിക്കിങ്ങനെ ഇട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല, പോയിട്ടില്ല. അപ്പോൾ കരുതി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. എന്നുവെച്ചാൽ നമുക്കതിനകത്തേക്ക് കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഡോണ ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവളെ ആയിട്ട് ഈ പെരുന്നാളിൻ്റെ ഇടയിലൂടെ പോകുന്നതൊന്നും നടപടിയാവുന്ന പരിപാടി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അകത്തൊന്നും കയറിയില്ല. അറ്റ്ലീസ്റ്റ് പള്ളിയുടെ ഒരു സൈറ്റ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് ആ റോഡിന് മുന്നിലൂടെ വണ്ടി ഒന്ന് ഓടിച്ചു. ദെൻ യൂ ടേൺ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.